ഇപ്പോഴൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചു പോവാറുണ്ട്. നമ്മുടെ ജീവിതത്തില് ചില ദുഃഖങ്ങള്, ചില സങ്കടങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. അയ്യോ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ഒരു ദുഃഖം, എനിക്ക് മാത്രം എന്താ ഇത്രയും വലിയ പ്രശ്നം. ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നതാ, എന്നും പള്ളിയിൽ പോകുന്നതാ, അമ്പലത്തിൽ പോകുന്നതാ, എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്, പലർക്കും എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തിനാ ദൈവം എനിക്ക് മാത്രം ഇങ്ങനെയുള്ള വേദനകൾ തരുന്നത് എന്നെപ്പോഴും പലപ്പോഴും നമ്മൾ അറിയാതെ മനസ്സിൽ ചിന്തിച്ചും പറഞ്ഞും പോകുന്ന കാര്യമാണ് അല്ലേ? സത്യമാണ്. ഇത് ഞാനടക്കം ഞാൻ ചോദിച്ചിട്ടുണ്ട്, ദൈവത്തിനോട് പലപ്പോഴും പരാതി പറഞ്ഞിട്ടുണ്ട്, ദൈവമേ എന്ത് തെറ്റാ ഞാൻ ചെയ്തേ ഇത്രയും വേദന അനുഭവിക്കാനെന്ന്. ഒരു കാര്യം പറയട്ടെ, വേദനകളും ദുഃഖങ്ങളും മനുഷ്യ സഹജമാണ്. അത് മാറ്റാൻ പറ്റത്തില്ല. നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ചത്തു കിടന്ന് പണിയെടുക്കും, ഇതിൽ കുറെ കാശുണ്ടാക്കും, അധ്വാനിക്കാൻ നോക്കും, ഒക്കെ നോക്കിയിട്ട് എന്തിനാ ഒരു പുതിയ കാറ് മേടിക്കണം, വീട് മേടിക്കണം, എല്ലാം സെറ്റിൽ ആവണം, നമ്മൾ ഓടി അധ്വാനിച്ചുകൊണ്ടിരിക്കുക അല്ലെ? ഇതിന്റെ ഇടയിൽ കുഞ്ഞു കുഞ്ഞു വേദനകളും സങ്കടങ്ങളും ഒറ്റപ്പെടലൊക്കെ വരുമ്പോൾ നമ്മൾ പറയും അയ്യോ പട്ടിണിക്കാതെ. അപ്പോ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ദുഃഖങ്ങളുടെയും പ്രശ്നങ്ങളുടെയും നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ്. ഇതിനെ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ഇത് സഹജമാണ്. അപ്പൊ ഈ വേദനകളുടെയും ദുഃഖങ്ങളുടെയും ഇടയില് എങ്ങനെ സമാധാനപൂർണമായ ജീവിതം നയിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ എങ്ങനെ നമുക്കൊന്ന് കൂളാക്കി ഒരു പീസ്ഫുൾ ആക്കി കൊണ്ടുപോകാം എന്നാണ് നമ്മൾ മനസ്സിനെ ട്രെയിൻ ചെയ്യിപ്പിക്കേണ്ടതും ആർജിച്ചെടുക്കേണ്ടതും. അല്ല എങ്കിലേ എത്ര അധ്വാനിച്ചിട്ടും എത്ര പണം സമ്പാദിച്ചും വലിയ 1 കോടിയുടെ കാറിൽ പോയിട്ട് ഒന്നും ഒരു കാര്യമില്ല. അല്ലെങ്കിൽ 10,000 രൂപയുടെ പട്ടുസാരി എടുത്തു, ഒരു 25 ലക്ഷം രൂപയുടെ ഡയമണ്ട് നെക്ലേസ് ഇട്ടു, ഒരു ഓടി കാറൊക്കെ മേടിച്ചു പോയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഉള്ളം സമാധാനത്തിലല്ല എങ്കിൽ ഇതൊക്കെ നേടിയിട്ട് എന്താ കാര്യമില്ലേ? അപ്പോ യു ഷുഡ് അക്സെപ്റ്റ് റിയാലിറ്റി. ദുഃഖങ്ങൾ എല്ലാവർക്കും ഉണ്ട്, സഹജമാണ്. അതിന്റെ വഴിക്കങ്ങ് വിടാൻ, ആ രീതിക്ക് അങ്ങ് പൊക്കോട്ടെ, അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഞാനിപ്പോ ഈ പറഞ്ഞു വരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി, ഒരു ഇൻഫർമേഷൻ കൂടി തരാനുണ്ടേ. അതായത് ജൂലൈ 11 തൊട്ട് 14 വരെ ഞങ്ങൾ അങ്കമാലിയിൽ വെച്ചിട്ട് 4 ദിവസം താമസിച്ചിട്ടുള്ള ഒരു സ്പിരിച്വൽ റിട്രീറ്റ് ഉണ്ട്. അവിടെ നമ്മൾ ഈ പറയുന്ന പോലെ ഇതേപോലെ മനസ്സിനെ എങ്ങനെ കാമാക്കാം, എങ്ങനെ ദൈവവുമായിട്ട് ഒന്നിച്ചിരിക്കാം എന്നുള്ള പല ഈ തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ ഇടയിലും സമാധാനപൂർണമായ ജീവിതം എങ്ങനെ കെട്ടിപ്പടുക്കാം, എങ്ങനെ മനസ്സിനെ കൺട്രോൾ ചെയ്യാം എന്നൊക്കെയുള്ള ഒരു വ്യത്യസ്തമായ ചിന്തിപ്പിക്കുന്നതും ചിരിപ്പിക്കുന്നതുമായ രസകരമായ കുറേ സെഷൻസ് ഉണ്ടാവും. പ്രത്യേകിച്ച് സ്പിരിച്വലി ഉള്ള വൈദികരുണ്ടാവും. വേറെ പ്രധാനപ്പെട്ട കുറേ സെഷൻസ് എടുക്കാനും മനസ്സിന് ശാന്തി തരുന്ന ക്ലാസ്സുകളൊക്കെ നൽകാനുള്ള ആ ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ എൻ്റെ ആ ക്ലാസ്സിന്റെ സബ്ജക്റ്റിലോട്ട് വരാം. ഒരു ദിവസം ഒരു സന്യാസി ഉണ്ടല്ലോ ശിഷ്യന്മാരോട് പറഞ്ഞു, ആ കാണുന്ന പുഴയിൽ പോയിട്ട് നല്ല തെളിവെള്ളം എടുത്തോണ്ട് വരാൻ പറഞ്ഞിട്ട് ഒരു കുടം കൊടുത്തു. ആ ഒരു ശിഷ്യൻ പോയിട്ട് ഈ തെളിവെള്ളം എടുക്കാനായിട്ട് പോയി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ശിഷ്യൻ തിരിച്ചു വന്നിട്ട് പറയാണ്, എന്റെ പൊന്നു ഗുരു, അവിടെ മുഴുവൻ കലക്ക വെള്ളമായിരുന്നു, അതുകൊണ്ട് വെള്ളം കിട്ടിയില്ല കേട്ടോ, ഞാൻ ഇനി പോന്നു എന്ന് പറഞ്ഞു. അപ്പോ സന്യാസി പറഞ്ഞു, സാരയില്ല, നീ ഒന്നും കൂടെ പോയിട്ട് വന്നേ എന്ന് പറഞ്ഞ് വീണ്ടും കുടം കൊടുത്തു വിട്ടു. അപ്പോ ആ ശിഷ്യൻ പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചെത്തിയിട്ട് പറയാ, എന്റെ പൊന്നു ഗുരു, ഞാൻ വീണ്ടും നോക്കി, ഭയങ്കര കലക്ക വെള്ളമാണ് ഗുരു, ആരോ ഒന്ന് കുളിച്ച് ഇട്ടിട്ട് പോയിരിക്കുക, ഭയങ്കര കലക്ക വെള്ള, അതുകൊണ്ട് എനിക്ക് വെള്ളം എടുക്കാൻ തോന്നിയില്ല, ഞാൻ ഇങ്ങ് പോന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഗുരു പറഞ്ഞ മറുപടി ഉണ്ട്, ശിഷ്യനോട് പറഞ്ഞു, അതെ, നീ പോയി ആ പുഴയുടെ കരയില് 1-2 മണിക്കൂർ ശാന്തമായിട്ടിരിക്കും. അപ്പൊ നിനക്ക് കാണാൻ പറ്റും ചെറിയ ചെറിയ കലക്കലുകളും മണ്ണും ചരലും അഴുക്കൊക്കെ താഴേക്ക് ഭൂമിയുടെ താഴേക്ക് വെള്ളത്തിന്റെ അടിയിലേക്ക് ഊർന്നിറങ്ങി പോകുന്നത് കാണാൻ പറ്റും. നല്ല കലക്ക് വെള്ളം തെളിഞ്ഞു വരുന്നത് കാണാൻ പറ്റും. പക്ഷേ കുറച്ചു നേരം കാത്തിരിക്കണം. പെട്ടെന്ന് പോയിട്ട് ഹരിബറി എന്ന് പറഞ്ഞ് എടുക്കാന്ന് വിചാരിച്ച കാര്യം നടക്കത്തില്ല കേട്ടോ കുഞ്ഞെ. അതുകൊണ്ട് യു ഷുഡ് വെയിറ്റ് ദെയർ. കുറച്ചു നേരം അവിടെ പോയി ഒന്ന് വെയിറ്റ് ചെയ്യുക. 2-3 മണിക്കൂർ എടുക്കും, ചിലപ്പോ ഒരു 6 മണിക്കൂർ എടുക്കും, ചിലപ്പോ ഒരു ദിവസം എടുക്കും, 24 hours ഒക്കെ എടുക്കും കേട്ടോ. പക്ഷെ കാത്തിരിക്ക്, എപ്പോഴാണോ വെള്ളം തെളിയുന്നത് അപ്പോൾ എനിക്കൊരു നീരുറവ തെളിഞ്ഞു വെള്ളം കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞ് ശിഷ്യന്മാർ പറഞ്ഞ് ഉപദേശിച്ചു വിട്ടു. ഈ കഥ പറഞ്ഞ് എന്തിനാന്നറിയാവോ? ഇത് തന്നെയാ നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.
ചിലപ്പോ നമ്മൾ പ്രശ്നം വന്ന് കലങ്ങി കിടന്നിരിക്കുമ്പോഴേക്കും നമ്മൾ ഓടിപ്പോയിട്ട് എന്തെങ്കിലും അവിടെ നിന്ന് എടുക്കാനായിട്ട് നമ്മൾ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നത് എപ്പോഴും കലക്കവെള്ളമായിരിക്കും കിട്ടാന്നേ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇങ്ങനെ കലങ്ങി മറിഞ്ഞിരിക്കുമ്പോൾ, കലക്കവെള്ളത്തിലിരിക്കുമ്പോൾ ഒന്ന് പോസ് ചെയ്യ്, ഒന്ന് ശാന്തമായിട്ടിരിക്കുക. അപ്പൊ വെള്ളം കോരാനൊന്നും പോകണ്ട. നമുക്കറിയാനേ, നിങ്ങൾ ശാന്തമായിട്ടിരിക്കുമ്പോൾ, മനസ്സിനെ ശാന്തമാക്കി വെക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും അഴുക്കും മണ്ണും കല്ലും ഒക്കെ പതുക്കെ 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 താഴേക്ക് പോയിട്ട് ഇങ്ങനെ അടിഞ്ഞുകൂടുന്നത്, മുകളിൽ തെളിഞ്ഞ വെള്ളം വരുന്നത്. അപ്പൊ നമുക്ക് കോരിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. എന്തൊക്കെ പ്രശ്നം വന്നാലും പെട്ടെന്ന് തീരുമാനമൊന്നും എടുക്കണ്ട. ദുഃഖങ്ങളൊക്കെ വരുമ്പോഴും ദുഃഖത്തിന്റെ ഇടയിൽ തീരുമാനമൊന്നും എടുക്കണ്ട. കുറച്ചൊന്ന് പോട്ടേന്നേ. ആ പ്രശ്നം സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല, ആ പ്രോബ്ലവും ദുഃഖവും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, എന്തായാലും അനുഭവിച്ചേ പറ്റുള്ളൂ. അപ്പൊ ഒന്ന് കൂളായിട്ടിരിക്കുക. ആ കടന്നു പോട്ടെ, അത് കടന്നേ പോയേ പറ്റുള്ളൂ. സോ അത് അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഒന്ന് കൂളായിട്ടിരിക്കുക, മനസ്സിനെ ഒന്ന് റിലാക്സ് ആക്കി വെക്കുക. മനസ്സിനോട് പറയാ ധൈര്യമായിട്ടിരിക്കുക എന്നുള്ളത്. നമ്മൾ ധൈര്യമായിട്ടിരിക്കണം. ആരോ ഒരാൾ പറയുന്നത് കേട്ടതാണ്, നമ്മൾ ജീവിതത്തിൽ മരണം ഒന്നേ ഉള്ളൂ, പക്ഷെ ഭയം വന്നു കഴിഞ്ഞാൽ ഓരോ സെക്കൻഡും നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുകയെന്നാ പറയുന്നത്. അപ്പൊ ഈ ഭയം നമ്മളെ പലപ്പോഴും നമ്മളെ കൊന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അതിന് നമ്മൾ ഇട കൊടുക്കരുത്. അയ്യോ നാളെ അങ്ങനെ വരുമോ, അയ്യോ നാളെ ഇങ്ങനെ വരുമോ, അയ്യോ എന്തൊക്കെയാ എന്റെ ജീവിതം എന്തായി മാറുമോ. പെട്ടെന്ന് അടിവരുന്ന ഒരു കത്തലല്ലേ, അയ്യോ ഈ ബിസിനസ് പൊളിയോ, അയ്യോ മക്കൾ എങ്ങനെയാവും, അയ്യോ ഭർത്താവ് എങ്ങനെയാണോ, അയ്യോ ഭാര്യ എന്നെ ഇട്ടേച്ചു പോവോ, ഭർത്താവ് എന്നെ ഇട്ടേച്ചു പോവോ, അയ്യോ ഇനി കടബാധ്യതയാണ്, ഇനി എന്താണാവോ. അതൊക്കെ നമ്മൾ അങ്ങനെ ഭയപ്പെടാൻ തുടങ്ങിയാൽ നമുക്ക് ഒന്നിനൊരു ആൻസർ കണ്ടെത്താൻ പറ്റില്ല. അതുകൊണ്ട് മനസ്സിനെ ഒന്ന് കൂളാക്കാം, ഒന്ന് അക്സെപ്റ്റ് ചെയ്യാം. അത് കടന്നുപോയേ പറ്റുള്ളൂ. ആ ചിലതൊക്കെ നമുക്ക് അനുഭവിച്ചേ പറ്റുള്ളൂ. അത് അങ്ങനെ സഹജമാണ്. എത്ര പണമുള്ളവനും എത്ര വേദനയുള്ളവനും അല്ലെങ്കിൽ എത്ര വലിയവനും എത്ര സ്വത്തുണ്ടെങ്കിലും എത്ര വലിയ പൊസിഷനിൽ ഇരിക്കുന്നവനാണെങ്കിലും അവർക്ക് ഓരോരുത്തരുടെ ദുഃഖങ്ങളുണ്ട്. അത് നമുക്ക് മാറ്റാൻ പറ്റുകയില്ല. ആ ദുഃഖത്തിൽ എങ്ങനെ സന്തോഷം കൊണ്ടുവരാം എന്നാ നമ്മൾ തീരുമാനിക്കുന്നത്, പ്ലാൻ ചെയ്യേണ്ടത്. അതാണ് ഫിലോക്കാലിയയുടെ എല്ലാ ഓറിയന്റേഷൻ പ്രോഗ്രാമിലും ഞങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നതും പറഞ്ഞു കൊടുക്കുന്നതും അതുപോലെ തന്നെ സ്പിരിച്വൽ റിട്രീറ്റിൽ പറഞ്ഞു കൊടുക്കുന്നതും ഒക്കെ ഒരു വ്യത്യസ്തമായ അനുഭവമായിരിക്കും ഫിലോക്കാലിയയുടെ ഓറിയന്റേഷൻ പ്രോഗ്രാം. അതുപോലെ തന്നെ മക്കൾക്കായി എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമുണ്ട് ജൂലൈ 28 ബോയ്സിനും ഗേൾസിനും ടീനേജ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളത്. മിസ് ചെയ്യിപ്പിക്കുന്നത് മക്കളെ നിർബന്ധമായിട്ടും പങ്കെടുപ്പിക്കണം കേട്ടോ. അതുപോലെ പുതിയൊരു സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ദുബായിലും ഷാർജയിലും ജൂലൈയിൽ വരുന്നുണ്ട്. 21, 22, 26, 27 ദുബായിലും ഉണ്ടാവും, ഷാർജയിലും ഉണ്ടാവും. ഓറിയന്റേഷൻ പ്രോഗ്രാമും ഉണ്ട്. ടീനേജ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് പ്രത്യേക ഓറിയന്റേഷൻ പ്രോഗ്രാം ഉണ്ട്. എല്ലാവർക്കും പങ്കെടുക്കാം. ഒന്ന് വിളിച്ച് ബുക്ക് ചെയ്യണേ. എപ്പോഴും നമുക്ക് ഈ ചാൻസ് കിട്ടാറില്ലല്ലോ. മനസ്സിനെ നമ്മൾ കൂളാക്കിയിരിക്കാനുള്ള പ്രോഗ്രാം പങ്കെടുക്കാൻ നോക്കുക, ക്ലാസ്സുകൾ കേൾക്കാൻ നോക്കുക. എപ്പോഴും നമുക്ക് കിട്ടത്തില്ലല്ലോ. എത്ര നാളായി ഭൂമിയിലുള്ളത്? മനുഷ്യർ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കല്ലേ. ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ എപ്പോഴെങ്കിലും കുറച്ചു നേരം നമുക്ക് പീസ്ഫുൾ ആയിട്ട് കഞ്ഞി കുടിക്കാൻ പറ്റണുണ്ടോ? അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഗ്രേറ്റ് അച്ചീവ്മെന്റ്. അങ്ങനെ പറ്റണം. ഓക്കെ, അല്ലാതെ നമ്മള് എല്ലാം കാശൊക്കെ ഉണ്ടാക്കിയിട്ട് വലിയൊരു സ്വർണ്ണ സ്പൂണില് സമാധാനം ഇല്ലാതെ കഞ്ഞി കുടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അത് നമുക്ക് അച്ചീവ്മെന്റ് എന്ന് പറയാൻ പറ്റുമോ? ഒരിത്തിരി പണമില്ല എങ്കിലും ഈ പുല്ലുമേഞ്ഞ വീട്ടില് ചോരുന്ന കൂരയില് സമാധാനത്തോടുകൂടി ഒരു 5 മണിക്കൂർ 8 മണിക്കൂർ ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? അത് അച്ചീവ്മെന്റ് ആണെന്ന് പറയും. അപ്പോ ശരിക്കും നമ്മുടെ അച്ചീവ്മെന്റ് വരേണ്ടതും ഹൃദയത്തിൽ നിന്നാണ്. ഹൃദയത്തിൽ പീസ് ഉണ്ടോ? അതാണ് അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ അച്ചീവ്മെന്റ് എങ്ങനെ നമുക്ക് നേടിയെടുക്കാം എന്നുള്ളതൊക്കെയാണ് ഈ ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത്. മനസ്സിനെ കുറച്ചും കൂടെ ധൈര്യപ്പെടുത്തുന്നു, ഒരു പ്രചോദനമാക്കുന്നു, ഒരു മോട്ടിവേഷൻ ആക്കുന്നു, അല്ലെങ്കിൽ എന്താ പറയാ ധൈര്യം നൽകുന്ന ക്ലാസ്സുകളൊക്കെ ആയിരിക്കും. എസ്പെഷ്യലി ജൂലൈ 11 തൊട്ട് 14 വരെ അങ്കമാലിയില് 4 ദിവസം 4 രാത്രി 3 പകല് 3 രാത്രി 4 പകല് 3 രാത്രി 4 പകല് ഞങ്ങൾ ഫുൾ ടൈം ഞങ്ങൾ ഉണ്ടാവും. പലരുടെയും വലിയ വലിയ പ്രഭാഷകരുടെ ക്ലാസ്സുകൾ ഉണ്ടാവും. വലിയ വലിയ അച്ഛന്മാരുടെ നല്ല നല്ല ക്ലാസ്സുകളും ഒരു പ്രാർത്ഥനയും നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള മ്യൂസിക്കും സൈലന്റ് പ്രേയേഴ്സ് ഒക്കെ ഉണ്ടാവും. ഒരു വ്യത്യസ്തമായ അനുഭവമായിരിക്കും ഫിലോക്കാലിയ ധ്യാനം. നമ്മള് ഒന്നും കൂടെ ഒരുക്കി വാർത്ത ഒരു പരിവർത്തനം വരുത്തി ഒരു പുതിയ ഒരാളാക്കി വിടും കേട്ടോ. പിന്നെ ഞാനോ അയ്യോ എത്ര മാറ്റമായി എനിക്കെന്ന് നമ്മൾ തന്നെ ഫീൽ ചെയ്യും. പിന്നെ ഒന്നിനെ കുറിച്ച് നമ്മൾ സങ്കടപ്പെടേണ്ട അവസരം നമുക്ക് ഉണ്ടാവില്ല. ഒരു പേടി തോന്നത്തില്ല, പരാജയ ഭീതി തോന്നത്തില്ല, ആൻസൈറ്റി തോന്നത്തില്ല. അതിനൊക്കെ നമുക്ക് അടുക്കി നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആ ധ്യാനത്തിൽ ഉണ്ടാവും.
ഓക്കെ. അതുകൊണ്ട് ധ്യാനത്തിന് വിളിച്ച് ബുക്ക് ചെയ്യേണ്ട നമ്പർ 8590056274. ഒന്നും കൂടി ഉണ്ട്, 8281499768. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതുപോലെ തന്നെ ദുബായിലും ഷാർജയിലും പ്രോഗ്രാം ഉണ്ട്, ഡോണ്ട് മിസ് ഇറ്റ്. ഓക്കെ, അറ്റൻഡ് ചെയ്യൂ. നമുക്ക് ഒന്നിച്ചൊരു ഡിസ്കഷനും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന സെക്ഷനിലൂടെ നമുക്ക് വീണ്ടും 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 കണ്ടുമുട്ടാം, സ്നേഹം പുതുക്കാം, നമ്മുടെ അനുഭവങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം കേട്ടോ. അപ്പൊ എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മനസ്സിൽ ശാന്തി, സമാധാനം, ധൈര്യം ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാക്സിമം ഒന്ന് ഷെയർ ചെയ്തേക്കണേ. താങ്ക് യു.